ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുക്കത്തൊരു തിയേറ്റർ അവർ 5 ഷോക്ക് ഈ സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് അവരായിട്ട് തന്നെ അവരുടെ CCTV വീഡിയോസും ഫോട്ടോസും ഞങ്ങൾക്ക് അയച്ചു തരുമോ ആൾക്കാർ ക്രൗഡായി നിൽക്കുന്നത്. അവരുടെ പുറത്ത് വണ്ടികൾ വന്ന് നിറയുന്ന അയച്ചു തരുന്നുണ്ട്. സജിത് ആ തിയേറ്റർ ഓണേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ തിയേറ്റർ മാനേജേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. സജിത് ഈ സിനിമ നല്ല സിനിമയാണ്, ഇവിടെ ഭയങ്കര പുഷുണ്ട്, ഉറപ്പായിട്ട് ഇത് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പക്ഷേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത തിയേറ്റേഴ്സും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം അലിബായ് ആലോചിക്കുക, റിവ്യൂയുടെ ബേസിലാണ് ഇവിടെ സിനിമ ഹിറ്റാകുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ടത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പല്ലുട്ടി എന്ന സിനിമയാണ് അല്ലേ. ഇവിടെയുള്ള എല്ലാ റിവ്യൂവേഴ്സും ആ സിനിമയെ വാനോളം പുകഴ്ത്തി അല്ലേ. എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴോ ആ സിനിമയ്ക്കുള്ള ഫണ്ട് അറേഞ്ച് ചെയ്തപ്പോഴോ ആ കുട്ടികളെ ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോഴോ ഒന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ടത് അതിനൊരു ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കിട്ടാൻ വേണ്ടിയാണ്. എറണാകുളത്തെ മെയിൻ തിയേറ്റേഴ്സിലെല്ലാം ഒരു സെക്കൻഡ് ഷോ കിട്ടുമോ, ഒരു ഫസ്റ്റ് ഷോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഇവരെയൊക്കെയാണ്. ഇപ്പോൾ ഫിയൂക്ക് മുതൽ സംഘടനയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രസിഡന്റിനെ വിളിക്കുന്നു. അപ്പോൾ അതൊന്ന് സജിതെ, ഇപ്പം ആ സിനിമ ഇപ്പം വരുന്ന ഈ പറയുന്ന സിനിമകൾക്കൊന്നും ആളില്ലെങ്കിൽ കൂടെ 25-30 സീറ്റ് അവർ ബുക്ക് ചെയ്യുകയാണ്.